ഹലോ ക്യാപ്റ്റൻ, അവൻ്റെ ഒന്ന് രക്ഷപ്പെട്ടു ക്യാപ്റ്റൻ. അതൊന്നും പ്രശ്നമില്ല. എൻ്റെ ജീവൻ പോയാലും ശരി, ഞാനവനെ പിടിച്ചിട്ടേ വരൂ. പൊടി തരാതെ ഓടിയ യാരുമേ இந்த ഉലകത്തിൽ வாழ்ந்த ചരിത്രം കിടയാ. ഇവന്റെ അടുത്ത് ഒരു കോഴിയെ പിടിക്കാനാണ് പറഞ്ഞത്. വിടമാട്ടേണ്ട. അതിന് ഇത്രയും ബിൽഡപ്പോ? ഇത് ജാക്സൺ. മൊത്തത്തിൽ ഒരുത്തിരി സിനിമാ ഭ്രാന്തുള്ളത് ഇവനാ. നാട്ടുകാർക്ക് പണി കൊടുക്കാൻ മിടുക്കനായ ഇവനാണ് ഹരി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ നടന്ന് അവസാനം കല്യാണ ഫോട്ടോഗ്രാഫറായി പോയ ഒരുത്തൻ. ചേട്ടാ, ചക്കട എത്ര കിലോ? കിലോ 30. 30? അപ്പൊ ഈ ക്യാരറ്റിനോ? കിലോ 50. ഭയങ്കര വിലയാണ് കേട്ടോ എല്ലാത്തിനും. എന്റെ വീട്ടിലെ പച്ചക്കറി കൃഷിയൊന്നും ഇല്ല മോനെ, ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ എന്തൊരു ചെയ്യും? സവാള എത്ര കിലോ? സവാള കിലോ 20 രൂപ. 20 രൂപയാണ് ചേട്ടാ. ഈ സാധനം തന്നെ റോഡ് സൈഡിൽ 100 രൂപയ്ക്ക് 8 കിലോ കൊടുക്കുന്നത്. ഈ സവാള അതുപോലെ ക്വാളിറ്റിയിൽ എല്ലാവരും ഇതൊക്കെ തന്നെ കേട്ടോ പറയാം. ചേട്ടാ, ഞാനല്ല ആദ്യം എനിക്ക് സാധനം. നിനക്ക് എന്ത് വേണമെന്ന് ഞാൻ ആദ്യം തീരുമാനിക്കും. ചേട്ടാ ഭയങ്കര ഇഞ്ചിയാ? അല്ല ചേട്ടാ, 100 ഗ്രാം ഇഞ്ചി എന്ത് വേണം? മതി ചേട്ടാ. എത്ര? 20. ആനയെ കൊടുത്തൊരു സഞ്ചിയും 100 ഗ്രാം ഇഞ്ചി. എല്ലാത്തിനും ആപ്പുണ്ട്. കപ്പ വീഴാൻ മാത്രം ആപ്പിലൊരു കോപ്പിയില്ല. എന്തിനും ഏതിനും ആപ്പിനെ ആശ്രയിക്കുന്ന ഒരു തലതിരിഞ്ഞ ഫ്രീക്കനാണ് ഇബിനും. ഐഡിയ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഈ സഞ്ചരിച്ചിരിക്കും. അതാണ് സ്റ്റൈൽ. മഞ്ഞ് വീഴുന്നു. ഞങ്ങൾ ഒരു 8 പേരെ ഉള്ളൂ. പെട്ടെന്ന് അതാ ഗ്രനേഡ് ബോംബും മിസൈലും ഒക്കെ ആയിട്ട് ഒരു 10-12 ആരാ? ആതങ്കവാദിയും. ഭീകരന്മാര്. മേജർ ബന്ധോപാധ്യായ പിന്നെ കുറച്ച് പട്ടാളക്കാരി. മേജർ ആദ്യം ഒന്ന് കിടുങ്ങി, പിന്നെ ആ ഓർത്തത് ഞാനുണ്ടല്ലോ ക്യാമ്പിൽ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരൊറ്റ വിളിയാ ജോയേന്ന്. ചിക്കൻ കഴുകിക്കൊണ്ടിരുന്ന ഞാൻ AK-47 തുടച്ചുകൊണ്ടിരുന്ന ഞാൻ
വിളി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഭീകരന്മാരെത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ടക്കന അലമാര തുറന്ന് കൈ കിട്ടിയ ബോംബും മിസൈലും ഗ്രനേഡും ഒക്കെ വാരി എടുത്ത് ഓരോ ഭാരത് മാതാക്കി ജയെന്ന് പറഞ്ഞ് എടുത്ത് ഒരൊറ്റ ചാട്ടം. അവിടെ ചെന്ന് നോക്കുമ്പോ ആരാ പാകിസ്ഥാൻകാരന്മാര്. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് ഒരൊറ്റ ഏറ. പിന്നെ പൊടിയും പുകയും നിലവിളിയും. നോക്കുമ്പോ എന്താ കാര്യം, ചത്ത കിടക്കുക 10-25 എണ്ണം. അല്ല ക്യാപ്റ്റ, നേരത്തെ പറഞ്ഞ 12 പേരെന്നല്ലേ? മൂട് കളഞ്ഞു, രാജ്യസ്നേഹമില്ലാത്ത കൺട്രീസ്. എന്നെ പറ്റി ഞാൻ എന്ത് പറയാനാ? ചുമ്മയല്ല നാട്ടുകാർ പറയുന്ന ഞങ്ങൾക്ക് പട്ടാളത്തില് അരിയൊപ്പാണ്. എന്റെ അളിയ കോഴയെ പിടിക്കാൻ പോയി മനുഷ്യന്റെ ഊപ്പടക്കുന്നു. ഇത് സ്റ്റാമിനയാണ്. നിന്നെ പോലത്തെ ഒരു കിഴങ്ങ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവൂടെ? നിങ്ങളുടെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കല്യാണ ഫോട്ടോഗ്രാഫർ അല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ചുമ്മാ തോഞ്ഞടിച്ചോണ്ടിരിക്കാതെ അങ്ങേരെ ഏപ്പിച്ചിട്ട് പോയ ജോലി ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ അങ്ങേരെ അതിർത്തിയിലിട്ട ബോംബ് വന്ന് ഇവിടെ ഇടും ചിക്കൻ കഴുകിയിട്ട് വരുമ്പോഴും. മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് ചിക്കനും കഴുകിയിട്ട് അങ്ങേര് ഇപ്പൊ വരും. പെട്ടെന്നാവട്ടടി. ഡയലോഗൊക്കെ നിർത്ത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. വൈകിട്ട് അങ്ങോട്ട് പോകുമ്പോ വല്ലതും ചായ്ക്കാൻ വേണ്ടേ? മിടുക്കന്മാർ. നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. എനിക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു വെക്കണം, അത് മാരിനേറ്റ് ചെയ്യണം. എന്തായാലും അവിടെ ഇരിക്കും. ഓടും. ഇനി വരഞ്ഞ് നമുക്ക് മസാലയൊക്കെ ചേർത്തെടുക്കാം. ശ്രദ്ധിച്ച് കേട്ടോളം. അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കും, നിങ്ങൾ ഉണ്ടാക്കും. കേട്ടല്ലോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. അത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. 1 സവോള, 2 ടൊമാറ്റോ, ഒരു 3 ഗ്രീൻ ചില്ലി, ലെമൺ ജ്യൂസ്, അറബിക് മസാല, ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പുപൊടി, പിന്നെ തൈര്, നല്ല പുളിപ്പില്ലാത്ത തൈരാണ്, പിന്നെ പുതിന മല്ലിയില, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അറബിക് മസാലയ്ക്ക് അത്യാവശ്യമായ സാധനങ്ങൾ: ജീരകം, പെരുംജീരകം, കറുവാപ്പട്ട, മല്ലി, കുരുമുളക്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടെ ഒരു ഫ്രൈ പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് പകരമായിട്ട് ഇപ്പോൾ അറബിക് മസാല കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗരം മസാല യൂസ് ചെയ്യാം. അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അത് മാരിനേറ്റ് ചെയ്താലും ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇത് ആദ്യത്തെ ചേരുവ പേസ്റ്റാക്കി എടുത്താണ്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എടുത്ത് വെച്ചേക്കുന്ന ലെമൺ ജ്യൂസ് ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റ് മസാല ആവശ്യത്തിന് എടുക്കുക. തൈര്, ഒലിവ് ഓയിൽ കുറച്ച്, അത്യാവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കൂടി പോകരുത്, ശ്രദ്ധിച്ച് ചേർക്കണം. മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മൂടി ക്ലീൻ ഫിലിമോ റാപ്പറോ കൊണ്ട് നന്നായിട്ട് മൂടി ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് ഇത് ഗ്രില്ല് ചെയ്യാവും. ആ സമയം കൊണ്ട് നിങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. സന്ധ്യ എത്തുന്നതിന് മുമ്പ് നമുക്ക് മല കയറാനുള്ളതാണ്. ശരി, എന്നാ റെഡിയായി.
തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടുള്ള ഒരു കുന്നാണ് തിരിച്ചിട്ടപ്പാറ. നെടുമങ്ങാട് വെമ്പായർ റൂട്ടിൽ വേങ്കവിള നിന്നും താന്നിമൂട് നിന്നും തിരിച്ചിട്ടപ്പാറയിലേക്ക് പോകാം. അതാണ് ഞാൻ പറഞ്ഞ മല. നമുക്ക് ഈ ബുള്ളറ്റ് കൊണ്ട് മല അറിയാലോ ക്യാപ്റ്റൻ. ഹായ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ജാക്സൺ ചെണ്ട ഇടുവാ. ചലോ ജൽദി ചലോ. കേറി വേണം മക്കളെ, കേറി വാ. ഒടുക്കത്തെ കയറ്റം തന്നെ ക്യാപ്റ്റൻ. അയ്യോ കേറി ഓടേ. മൂന്നാറും പൊന്മുടിയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയരത്തിൽ സീനിക് ബ്യൂട്ടി ഉള്ള ഒരു കുന്നാണ്. വിശാലമായ പാറയുടെ മുകളിൽ ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. ബ്യൂട്ടിഫുൾ. എൻ്റെ അടുത്ത ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം. സ്ഥലം കണ്ടുപിടിക്കാൻ ക്യാപ്റ്റനെ കൊണ്ട് കളഞ്ഞ കൂളി സ്ഥലം തന്നെ ക്യാപ്റ്റൻ. കൂളി കൂളി. സന്ധ്യയായി, താഴെ പോ. അപ്പൊ ഇതല്ലേ സ്ഥലം? അമ്പലം ആയണ്ടേ, ബുക്കിംഗ് നമുക്ക് താഴോട്ടാക്കാം. അത് ശരിയാണ് ക്യാപ്റ്റൻ, നമുക്ക് താഴെ പോവാം. ഹനുമാൻ ഈ പാറ പാകിസ്ഥാനിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ തേഞ്ഞനെ. ഹനുമാൻജി മാഫ് കറോ. അവിടുത്തെ പാറ ഈ കളറൊന്നും അല്ല, നല്ല വെള്ള കളറാണ്. മഞ്ഞം മലയും തിരിച്ചറിഞ്ഞൂടാത്തൊരു ക്യാപ്റ്റൻ. രസമാണ് ഇവിടുന്ന് രാത്രി നെടുമങ്ങാട് കാണാൻ. നോക്കളയാ ആ വഴി കൂടെ അല്ലേ നമ്മള് വന്നേ? ആക്രാന്തം കാണിക്കരുത്, ആക്രാന്തം. എന്താ നോക്കി ക്യാപ്റ്റൻ? കപ്പ ഏകദേശം എന്താ പോലെ എടുത്ത് മാറ്റി. നല്ലതുണ്ട്, നല്ലത്. ഇത് നോക്കാം ക്യാപ്റ്റൻ. ഊറ്റിക്ക് നല്ല നിറച്ച് അത് ഏതിൽ കോൺസെൻട്രേറ്റ് ഡൗട്ട് ഉണ്ട്. പെട്ടെന്ന് റെഡിയാക്കി.
നാടക്കോഴിയല്ലേ കുറച്ച് സമയം 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അച്ചോ, പാട്ടൊക്കെ പാട്. കപ്പ ഇട്ടോടാണ് ഇപ്പൊ എൻജോയ് ചെയ്യാം. അച്ചോ, എന്ത്? എനിക്കൊരു കാര്യം 100% ഉറപ്പാണ്. ഏയ്! തുടങ്ങല്ലേ? തുടങ്ങന്ന് അടിച്ചു പൊളിക്ക്. മലയൊന്ന് തുടുത്തേ തുടുത്തേ തകതകതാ നോവിൻ നീരാച്ചുറവ ഒരുകിയൊലിച്ചേ തകതകതാ താരോം തകതാരോം 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 താരോം തകതാരോം 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 അതിരുകാക്കും മലയൊന്ന് തൊടുത്തേ തൊടുത്തേ തക തക തകതാ. അതിരുകാക്കും മലയൊന്ന് തൊടുത്തേ തൊടുത്തേ തക തക തകതാ. നോവിൻ പേരാറ്റുറവ ഒരുകിയൊലിച്ചേ തകതകതാ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. മിടുക്കാച്ചി സാധനം. പക്ഷെ കപ്പ ഉണ്ടാക്കിയ ഞാനാണ്. ഞാനടാ തുരിച്ചേ. ഉറപ്പായി ക്യാപ്റ്റന്റെ ജോലി എന്തിനാണ് പട്ടാളത്തിൽ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു കാര്യം, കണ്ണുമണി പിടിച്ച് 2 കുലുക്കെങ്കിലും കുലുക്കണേ. നമ്മളിനി അടുത്ത് പോകുന്ന സ്ഥലം ഏതാണെന്നറിയും? കാശ്മീരായിരിക്കും. ഓടാ, പിന്നെ അവിടെ അത് പിന്നെ പറയാം.